24 ലക്ഷം കോടി രൂപ മുടക്കിയിട്ടാണ് അന്ന് നമ്മൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. അതിൽ പിന്നെ കഴിഞ്ഞ 54 വർഷങ്ങളായിട്ട് മനുഷ്യര് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ചന്ദ്രനിൽ കാലുകുത്താന്നുള്ളത്. പക്ഷേ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ഈ ചോദ്യം വളരെയധികം സിമ്പിൾ ആണെങ്കിലും അതിനുള്ള ഉത്തരം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ നടത്തിയത് ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല. പകരം അതൊരു തരത്തിലുള്ള മത്സരമായിരുന്നു. ആരാണ് മൂണിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ ആർക്കാണ് ഇത്ര അധികം കഴിവുള്ളത്? ഈ ഭൂമിയിൽ ആർക്കാണ് ഇത്ര അധികം ടെക്നോളജിക്കൽ ഡോമിനൻസ് ഉള്ളത്? ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത് 1957 ഈ ലോകത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വിടുന്നത് നമ്മുടെ സോവിയറ്റ് യൂണിയനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ലോകത്തിൽ ആദ്യമായിട്ട് സ്പേസിലേക്ക് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒബ്ജക്റ്റിനെ എത്തിക്കുന്നത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ഈ ചരിത്രപരമായ നേട്ടം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം നമ്മുടെ ലോകത്തുണ്ടായിരുന്നു. അമേരിക്കൻസിന് എങ്ങനെയെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറണം എന്നുള്ള ഒരു തിങ്കിങ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കിരീടം സ്പുട്നിക് 1 എന്നുള്ളൊരു പേരിൽ അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുന്നത് പോലെ അതേ വർഷം തന്നെ സോവിയറ്റ് യൂണിയൻ ഒരു ജീവനുള്ള വസ്തുവിനെ സ്പേസിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ സ്പേസിലേക്ക് എത്തിച്ചതും ഇവർ തന്നെയാണ്. അതായത് ടോട്ടൽ ടെക്നോളജിക്കൽ ഡോമിനേഷൻ സോവിയറ്റ് യൂണിയൻ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ സ്പുട്നിക് 1 എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റ് ആദ്യമായിട്ട് മനുഷ്യർ ലോഞ്ച് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്ത് നാസ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഹിസ്റ്ററിയിലേ ഇല്ല. അതായത് ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ടാക്കിയ പിന്നെയാണ് നാസ എന്നുള്ളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ പോലെയായിരുന്നു. അതായത് നാസ ഫോം ചെയ്തിട്ട് വെറും 11 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യരെ മൂണിൽ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ പ്രാധാന്യം ഞാനിപ്പോ പറഞ്ഞുതരാം. 1903 മനുഷ്യർക്ക് പറക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായത്. പിന്നീട് 1926 ഒരു ലിക്വിഡ് പവേർഡ് ആയിട്ടുള്ള റോക്കറ്റ് മനുഷ്യരുണ്ടാക്കുന്നതും അത് പറപ്പിക്കുന്നതും. അതിനുശേഷം 1969 മനുഷ്യർ മൂണിൽ ലാൻഡ് ചെയ്യുന്നു. ഒരു സ്പേസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കേവലം 11 വർഷങ്ങൾക്കിടയിൽ, അതായത് ചെറിയൊരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ മനുഷ്യരെ മൂണിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത് വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 54 വർഷങ്ങൾക്ക് ശേഷം 2026 ആയിട്ട് പോലും ഇതുവരെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ലോകത്തിൽ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി എന്നുള്ള ഒരു ക്രെഡിറ്റ് നാസ കൊണ്ടുപോവുകയും ആ ഒരു മിഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അതായത് ഈ ലോകത്തിന് മുന്നിൽ അവർക്ക് അവരുടെ ആ ഒരു ടെക്നോളജിക്കൽ ഡോമിനൻസ് തെളിയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അതോടെ ആ ഒരു മത്സരം അവിടെ അവസാനിക്കുകയാണ്. ഈ ജയത്തിന് വേണ്ടി അവർ ചെലവാക്കിയത് 24 ലക്ഷം കോടി രൂപയാണ്. 24 ലക്ഷം കോടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. ഒരു കമ്പാരിസന് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മുഴുവനും പണയാൻ വേണ്ടിയിട്ട് ഏകദേശം 12.5 ലക്ഷം കോടി രൂപ ആയിട്ടുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വളരെയധികം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പൈസ തന്നെയാണ്. ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയൊന്നുമല്ല. പിന്നെ എല്ലാത്തിനും ഉപരി ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അതായത് ജനങ്ങളുടെ താല്പര്യമാണ്. 1969 അപ്പോളോ 11 എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഇവന്റ് തന്നെയായിരുന്നു. ആദ്യമായി മനുഷ്യർ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ഈ ലോകം മുഴുവനും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും ചന്ദ്രനെ അടുത്ത് കാണാനും ഈ ലോകത്തിന് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ 1969 ശേഷം മനുഷ്യർ ചന്ദ്രനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ സമയത്ത് ഈ ലോകത്തിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചന്ദ്രൻ എന്നുള്ള ഒരു കൗതുകം ആൾക്കാരിൽ പയ്യെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു കാര്യം US ഗവൺമെന്റിന് മനസ്സിലാവുകയും നാസയിലേക്കുള്ള ഈ പറയുന്ന മൂൺ ലാൻഡിങ്ങിന്റെ ഫണ്ടിങ് ഒക്കെ പയ്യെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിലേക്ക് തിരിച്ച് പിന്നെയും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. മനുഷ്യരെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മുടെ സേഫ്റ്റി തന്നെയാണ്. യാതൊരു രീതിയിലുള്ള അപകടവും സംഭവിക്കാണ്ട് സേഫ് ആയിട്ട് അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അതായത് ഈ ഒരു കാര്യത്തിൽ യാതൊരു റിസ്ക്കും നമുക്ക് എടുക്കാൻ കഴിയില്ല.
ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിന് വേറൊരു വശം കൂടി ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ മൂൺ ലാൻഡിങ് ചെയ്ത ആ ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫേറ്റാലിറ്റി സംഭവിച്ചു നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോ ഈ മൂൺ ലാൻഡിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമായിരിക്കും, ഒരു പേടിയായിരിക്കും. അതോടൊപ്പം തന്നെ സ്പേസ് റേസ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ ചരിത്രം അതോടെ മാറിപ്പോയനെ. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും, ഇവിടെ യാതൊരു രീതിയിലുള്ള അപകടങ്ങളും സംഭവിച്ചിട്ടില്ലേ എന്നുള്ളൊരു കാര്യം. പക്ഷെ സാഡ് റിയാലിറ്റി എന്താ വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 1967 അപ്പോളോ 1 എന്നുള്ള ഒരു റോക്കറ്റിന്റെ ലോഞ്ച് റിഹേഴ്സലിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ക്രൂ മുഴുവനും മരിച്ചു പോയിട്ടുണ്ട്. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചെന്നറിയോ? ഇവർ നിന്നിരുന്ന ആ ഒരു ക്യാപ്സ്യൂളില്ലേ, ആ ഒരു ക്യാബിനില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, നിറച്ചും ഓക്സിജൻ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഓക്സിജൻ എന്ന് പറയുന്നത് വളരെയധികം നല്ല ഒരു ഇന്ധനമാണ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഓക്സിജൻ പെട്ടെന്ന് കത്തുപിടിക്കും. അങ്ങനെ ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ആ ഒരു ക്യാബിന്റെ അകത്തേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീപിടുത്തം കാരണം ഇവരെല്ലാവരും ഒറ്റയടിക്ക് തന്നെ മരിച്ചുപോയി. അതായത് ഇത്ര അധികം ലോകോത്തര നിലവാരമുള്ള ആ ഒരു ഫെസിലിറ്റി ആയിട്ട് പോലും അവിടെ ഫേറ്റാലിറ്റി സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചത് ഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇത്ര അധികം റിസ്ക് ഉണ്ടായിട്ട് പോലും മൂൺ ലാൻഡിങ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തെടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെയൊക്കെ മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ശരിക്കും ആർട്ടിമിസ് എന്ന് പറയുന്നത്? ഈ മൂണിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അപ്പോ എന്താണ് ശരിക്കും ആർട്ടിമിസ് എന്നോട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യര് വീണ്ടും മൂണിലേക്ക് എത്തിക്കേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കുക. അതിന്റെ പ്രധാന ഉത്തരം എന്താ വെച്ചാൽ, ഇവിടെ ആർട്ടിമിസ് എന്ന് പറയുന്ന ഈ ഒരു മിഷനും അപ്പോളോ 11 എന്ന് പറയുന്ന ആ ഒരു മിഷനും തമ്മിൽ ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോളോ 11 എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മത്സരം മാത്രമായിരുന്നു. പക്ഷെ ആർട്ടിമിസ് എന്ന് പറയുന്നത് വേറെ രീതിയിലായിരുന്നു. അതൊരു തരത്തിലുള്ള സയന്റിഫിക് ജേർണിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കഥയാണ് മനുഷ്യരെ മാർസിലേക്ക് എത്തിക്കുക, ചൊവ്വയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു റിഹേഴ്സൽ മാത്രമാണ് ആർട്ടിമിസ് എന്ന് പറയുന്നത്. ആർട്ടിമിസ് കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മനുഷ്യരെ ചന്ദ്രനിലേക്ക് എത്തിക്കുക, എന്നിട്ട് ചന്ദ്രനിലെ ഒരു ഔട്ട് പോസ്റ്റ്, ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അവിടെ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു അന്യലോകത്ത്, ഒരു മൂൺ എന്ന് പറയുന്ന ഒരു അന്യലോകം തന്നെയാണ്. അപ്പോൾ ഒരു അന്യലോകത്ത് മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു റിഹേഴ്സൽ, അതായത് ഭാവിയിൽ മനുഷ്യന് ചൊവ്വയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ സർവൈവ് ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ് മാത്രമാണ് ആർട്ടിമിസ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോളോ 11 ഏറ്റവും വലിയൊരു കുഴപ്പമായിരുന്നു ഈ റോക്കറ്റുകളെല്ലാം, അതായത് ഇവർ പൊക്കോണ്ടിരുന്ന റോക്കറ്റുകളെല്ലാം വൺ ടൈം യൂസ് ആയിരുന്നു. ഒറ്റത്തവണ മാത്രമാണ് ഈ റോക്കറ്റുകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും വലിയ കുഴപ്പമാവട്ടെ, ഈ റോക്കറ്റുകളെല്ലാം വളരെ 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 എക്സ്പെൻസീവ് ആയിരുന്നു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതായത് ഓരോ തവണയും ഈ ആൾക്കാരെല്ലാവരും മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴും ഒരുപാട് കോടി രൂപകളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ പേരാണ് റീയൂസബിൾ റോക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരേ റോക്കറ്റ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ്, നമ്മളിപ്പോ കാർ പലതവണ ഇങ്ങനെ ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ ഒരേ റോക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് സ്പേസിലേക്ക് എത്തിക്കണം. അതിനെയാണ് നമ്മൾ റീയൂസബിൾ റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ടെക്നോളജി ആർട്ടിമിസിലൂടെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റണം. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനും ഈ സിമിലർ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവരുടെ കൈവശമുള്ള റീയൂസബിൾ റോക്കറ്റിങ്ങിന് നേരെ മുകളിലേക്ക് പോവുകയും അതുപോലെ തന്നെ വളരെയധികം അക്യുറസിയോടെ ഒരു ലോഞ്ച് പാഡിലേക്ക് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത്തരം ഇംപ്രസീവ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം നമ്മൾ ഇൻവെന്റ് ചെയ്യുന്നത് മാർസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടുത്തെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് മാർസിനെ കോളനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മനുഷ്യർ ഇപ്പൊ ഭൂമിയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അവരുടെ ഒരു കോർ ഐഡിയ ആണ് ഞാനിപ്പോ പറയുന്നത്. ഇപ്പൊ ഭൂമിക്ക് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചെന്ന് വിചാരിക്കും, ഇപ്പൊ ഭൂമി വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്പേസിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം പാറക്കല്ല് മാത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ജീവിക്കുന്ന ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആണ് മനുഷ്യർ, ഹ്യൂമൻ എന്ന് പറയുന്നത്.
അങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭൂമിയിലേക്ക് എന്തെങ്കിലും വലിയൊരു ഉലുക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു സിവിലൈസേഷൻ ഇവിടെ വച്ച് വൈപ്പ് ഓഫ് ആയി പോകും, അതായത് ഇല്ലാണ്ടായി പോകും. അപ്പൊ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഈ ഒരു റേസിന്റെ സർവൈവൽ നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ നമ്മളൊരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആയിരിക്കണം. അതായത് മനുഷ്യര് ഭൂമിയിലും കാണാൻ കഴിയുന്ന വേറെ ഒരു പ്ലാനറ്റിലും കാണാൻ കഴിയുന്ന, അതായത് പറയുമ്പോൾ വളരെയധികം കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇപ്പൊ ഭൂമി ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും മനുഷ്യരെന്നുള്ള ഒരു വർഗം വേറൊരു ഗ്രഹത്തിലും വേണം. ഞാനിപ്പോ ഈ പറഞ്ഞൊരു കാര്യം ഒരു സാധാരണ മനുഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം എന്നുള്ള ഒരു കാര്യമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു സിവിലൈസേഷന് ടെക്നോളജിയിലൂടെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഒരു ഉത്തരവാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് അപ്പോളോ 11 എന്ന് പറയുന്ന ആ ഒരു മിഷൻ വെറുതെ ഒരു രസത്തിന് ചെയ്തൊരു മിഷൻ മാത്രമായിരുന്നു, ഒരു മത്സര ബുദ്ധിക്ക് ചെയ്തൊരു മിഷൻ മാത്രമായിരുന്നു. പക്ഷെ ഇനി നമ്മൾ മൂണിലേക്ക് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വിഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രധാന ദൗത്യം എന്ന് വെച്ചാൽ മനുഷ്യരുടെ സർവൈവലാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ ഇപ്പൊ പറയുകയാണെങ്കിൽ 99.99% ആൾക്കാരും നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഡേ ടു ഡേ സർവൈവൽ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കിപ്പോ ജോലിക്ക് പോകണം, ഇപ്പൊ പഠിക്കാൻ പോകുന്നവർക്ക് പഠിക്കാൻ പോകുന്ന, അവർക്ക് കുറെ കാശ് ഉണ്ടാകണം, അവർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. ആ ഒരു കാര്യം മാത്രം ചിന്തിച്ച് മരിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ നിൽക്കുന്ന ഒരു സിവിലൈസേഷനാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭൂരിഭാഗം ആൾക്കാർ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന എക്സാമ്പിൾ ആണ് ആർടെമിസ് എന്ന് പറയുന്ന ഈ ഒരു മിഷൻ. അതിനിടയ്ക്കാണ് ഒരുപാട് ആൾക്കാർ മൂൺ ലാൻഡിങ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മൂൺ ലാൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം ലിജിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലി ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരുപാട് റീൽസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഒറ്റ സെന്റൻസിൽ വേണമെങ്കിൽ ഞാൻ ആ ഒരു മിത്തിനെ പൊളിച്ചു തരാം. അതായത് ഈ പറയുന്ന റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ മുകളിലേക്ക് പോകാനുള്ള റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ട ചെലവ്, അതിനുള്ള ലേബറും കാര്യങ്ങളെല്ലാം, അതിന്റെ ആ ഒരു ഫുൾ എമൗണ്ട്, അതിന് വേണ്ട ഒരു ബ്ലൂ പ്രിന്റ്, അതിന്റെ ടെക്നോളജി, ഈ പറയുന്ന സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര അധികം കാര്യങ്ങൾ, ഇത്ര അധികം ബുദ്ധിമുട്ടി നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈവായിട്ട് ഈ റോക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇത്ര അധികം എഫേർട്ട് എടുത്തിട്ട് മൂൺ ലാൻഡിങ് ഫേക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഒരു ലോജിക്കലി കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ മൂൺ ലാൻഡിങ് ശരിക്കും നടന്ന ഒരു കാര്യമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഇത്ര അധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് മൂൺ ലാൻഡിങ്ങിന് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ഫോമിലാക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒരു ലൈക്കും ഒരു കമന്റും ഒരു ഷെയറും പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.